ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് സോയ ബിരിയാണിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ 1.5 കപ്പ് ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കുതിരാൻ വെക്കാം. സോയ ചങ്ക്സ് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് കുതിർത്തെടുക്കണം. പച്ചക്കറികൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തക്കാളി, ക്യാരറ്റ്, ബീൻസ്, സവാള, കുറച്ച് പച്ചമുളക്, മല്ലിയില, പുതിനയില അരിഞ്ഞത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ നീളത്തിനാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. 1/4 കപ്പ് ഗ്രീൻ പീസ് കൂടി വേവിച്ചത് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. തക്കാളി അരിഞ്ഞത് കൂടി നമുക്ക് എടുക്കാം. അതൊന്ന് മാറ്റി വെച്ചേക്കാം. മൺചട്ടിയിലാണ് ഞാനിപ്പോൾ ബിരിയാണി തയ്യാറാക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ആദ്യം നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതേ അളവിൽ തന്നെ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ ഒരു ബേ ലീഫ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇവയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ബിരിയാണി റെസിപ്പിയാണിത്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയാണ്. വീണ്ടും നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന വേവിച്ച ഗ്രീൻ പീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് വേവിച്ച ഗ്രീൻ പീസാണ്. ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. പൊടി എന്ന് പറഞ്ഞാൽ ബിരിയാണി മസാലയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മസാല ഇല്ലെങ്കിൽ സാധാരണ പോലെ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഗരം മസാല ഇതുകൂടി ചേർത്ത് നമുക്ക് ബിരിയാണി തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് പുളിയില്ലാത്ത കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത്രയും ഐറ്റംസൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് അളവിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. അതുകൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതാണ്. അതുകൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുതിർത്ത അരി കൂടി ചേർത്ത് കൊടുക്കാം. അരി ഇട്ട ശേഷം വീണ്ടും നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാർ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. പച്ചക്കറി അരിയെല്ലാം കൂടി നമുക്ക് നെയ്യിലും എണ്ണയിലും കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തന്നെ നമുക്ക് ബിരിയാണി നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് അളവ് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 ഗ്ലാസ്സാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്കിതൊന്ന് അടച്ച് വേവിക്കണം. ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അരി പകുതി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ഇളക്കി നമുക്ക് ഉപ്പെല്ലാം കറക്റ്റാണോ ഒന്ന് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വേവിക്കണം. ബിരിയാണി നല്ല വെന്ത മണം വരുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബിരിയാണിയൊക്കെ എനിക്ക് കറക്റ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വെള്ളം കറക്റ്റ് ഒഴിച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ബിരിയാണി കിട്ടുന്നതാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.